നമുക്ക് എങ്ങനെ ഒരു അട്രാക്റ്റീവ് പേഴ്സൺ ആയിട്ട് മാറാം? ഇപ്പൊ ഉള്ള നിങ്ങൾ ഓക്കെയാണ്, അടിപൊളിയാണ്, ശരിയാണ്, ഒക്കെ ശരിയാണ്, അങ്ങനെ അടിപൊളിയാണെന്നുണ്ടെങ്കിൽ ഫൈൻ. അല്ലാത്തവരാണ് ഞാൻ അത്ര പോരാ, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ മാറ്റങ്ങൾ കൊണ്ടുവരണം, ഞാൻ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ട് ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനിയിപ്പോൾ ജോലി സ്ഥലത്തായാലും ഡെയിലി ലൈഫിലായാലും എവിടെയാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ അട്രാക്റ്റീവ്നെസ് ഒക്കെ കൊണ്ടുവരാം നമ്മുടെ ലൈഫിൽ. അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ ഇൻസെക്യൂരിറ്റീസ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് ജുജുബിയായിട്ട് നമുക്ക് അട്രാക്റ്റീവായിട്ട് മാറാവുന്ന ഒരു കാര്യമുള്ളൂ. ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും മെന്റലി ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓക്കെ ആയിരിക്കും, കുറച്ചും കൂടെ ബെറ്റർ ആണെന്നുള്ളവർക്ക് ഇത് പരീക്ഷിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി അട്രാക്റ്റീവ് ആയിട്ടിരിക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഫൈൻ. അപ്പോൾ അട്രാക്റ്റീവ് ആവണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് കേട്ടോളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട്, ഇതിലും സിമ്പിളായിട്ട് നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആവാൻ പറ്റില്ല, മെന്റലി ആണെന്നുണ്ടെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു ഇംപ്രസ്, നമ്മുടെ ഒരു ഡെയിലി ലൈഫിൽ ഒരു ഇംപ്രസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ഒരു ലുക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരു അട്രാക്റ്റീവ് പേഴ്സൺ ആയിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ സിമ്പിൾ കാര്യമാണ് നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മളെല്ലാവരും വെള്ളം കുടിക്കുന്നവരാണല്ലേ, പക്ഷെ വെള്ളം കൂടി കുറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണല്ലേ. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പം മിനിമം നമ്മൾ ഒരു ദിവസം 2 to 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ് ഈ ഡോക്ടേഴ്സൊക്കെ പ്രിഫർ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി ഒരു 75% വെള്ളം ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ 2 to 3 ലിറ്റർ വെള്ളം വരെ നമ്മൾ ഒരു ദിവസം കുടിച്ച് തീർക്കണം. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. നമുക്കറിയാം, ഈ വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ ബോഡി ക്ലെൻസ് ആവുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നൊക്കെ കുറച്ചും കൂടെ റിഫ്രഷ് ആയിട്ടിരിക്കും. മൈൻഡിനാണെന്നുണ്ടെങ്കിലും ബോഡിക്കാണെന്നുണ്ടെങ്കിലും കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ഫീൽ വരാനായിട്ട് സാധിക്കും. കുറച്ചും കൂടെ റിഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കും. അതൊക്കെ ഈ വെള്ളം കുടിയിലൂടെ നമ്മുടെ മൈൻഡൊക്കെ നന്നായിട്ട് റിഫ്രഷ് ആവുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് വെറുതെ വെള്ളം കുടിച്ച് നമ്മൾ യൂറിൻ പാസ് ചെയ്ത് കളയുന്ന ഒരു സെറ്റപ്പ് ഒന്നല്ല. ഈ വെള്ളം കുടിയിലൂടെ ഒത്തിരി ഹെൽപ്പ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ വെള്ളം കൂടി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കലി ഒത്തിരി ഇറിറ്റേഷൻസ് വരും. മെന്റലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്ട്രെസ്ഫുൾ ആവും. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ഫിസിക്കലി മെന്റലി ഹെൽത്തി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ, സ്കിന്നൊക്കെ പളപളാന്ന് സെറ്റായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ 2 to 3 ലിറ്റർ വെള്ളം വരെ ഒരു ദിവസം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ രണ്ടാമത് വരുന്നത് നെക്സ്റ്റ് ഫുഡിന്റെ കാര്യമാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും ഒരു ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. ജങ്ക് ഫുഡ് അല്ലെങ്കിൽ കൂടുതൽ ഓയിലി ആയിട്ടുള്ള ഫുഡ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫാസ്റ്റ് ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതൊക്കെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഫുഡൊക്കെ ഇപ്പോൾ കഴിക്കുന്നവരായിരിക്കും അധികവും. പക്ഷെ അതിൽ ഭൂരിഭാഗം ആളുകളും ഹെൽത്ത് നോക്കുന്നവരും ആയിരിക്കും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ, ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഒറ്റയടിക്ക് നിർത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെല്ലെ മെല്ലെ അതിന്റെ ഒരു തോത് കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും ഹെൽത്തി ഫുഡ് ആഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ നല്ല ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫിസിക്ക് കിട്ടും, നല്ല മെന്റൽ ഹെൽത്ത് ആയിരിക്കും, നമ്മുടെ ഇമോഷനൊക്കെ നല്ല ഇമോഷൻ ആയിരിക്കും പുറത്ത് വരിക. ഈ ഫുഡിന് നമ്മുടെ ഇമോഷൻസ്, ഇപ്പോൾ ദേഷ്യമായാലും സങ്കടമായാലും നല്ല ചിരിയാണെന്നുണ്ടെങ്കിലും അതിനൊക്കെ സ്വാധീനിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുന്നുള്ളത് അറിയില്ല. പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മൾ നല്ല സ്പൈസി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷൻ കുറച്ചും കൂടെ ദേഷ്യം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഇമോഷൻ വരാനാണ് കൂടുതൽ സാധ്യത എന്നുള്ളത് ആയുർവേദത്തിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫുഡ് എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല, നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ ഹെൽത്തിനെയും ഒക്കെ നന്നായിട്ട് സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്യാവശ്യം ഇനി ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നല്ല ഫുഡായിരിക്കും അവർ കഴിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഫിസിക്കലി ഇത്തിരി ഇഷ്യൂസ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നല്ലോണം പച്ചക്കറികളും അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാനായിട്ട്, നല്ല റോ ആയിട്ട് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും ബെറ്റർ. റോ ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ അത്രയും ബെറ്റർ. നല്ല രീതിക്ക് കുക്ക് ചെയ്ത് കഴിക്കുക, ടു ഓയിലി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാണ്ടിരിക്കുക. ഓക്കെ, അപ്പം നല്ല ഫുഡ് കഴിക്കുക, നല്ല ഇമോഷൻസ് വരട്ടെ, നല്ല ആരോഗ്യം കീപ്പ് ചെയ്യാൻ പറ്റട്ടെ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വർക്ക്ഔട്ട്, എക്സസൈസ് ആണ് അല്ലേ. ഇതിന്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാണ്ട് തന്നെ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷെ ഒത്തിരി പേര് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അറിയും, പക്ഷെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, നടക്കില്ല. ന്യൂ ഇയർ റെസൊല്യൂഷനൊക്കെ എടുത്തിട്ട് 1-2 പോയിട്ട് നിർത്തുന്ന ഒത്തിരി പേരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും അതൊരു ഇഷ്യൂ തന്നെയാണ്. രാവിലെ നീറ്റ് വർക്കൗട്ടിന് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ വൈകിട്ട് പോവുക, അതൊരു മെനക്കെട്ട പണിയാണ്. ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, 6 pack ആവണം, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടെ സ്ലിം ബ്യൂട്ടി ആവണം എന്നൊക്കെ ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ബുദ്ധിമുട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ബിഗിനർ സ്റ്റേജ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീക്ക്ലി ഒരു 3 days എങ്കിലും മിനിമം ഒരു ജോഗിങ്ങിനൊക്കെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. ശരിയാണ്, നമ്മുടെ ഫാറ്റ് കുറയ്ക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ വർക്കൗട്ട് എന്ന് പറയുന്നത്. അതിനേക്കാൾ ഉപരി നമുക്ക് തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ നെഗറ്റീവ് ഇമോഷൻസിന്, നെഗറ്റീവ്
നെഗറ്റീവ് എനർജീനെ ഒക്കെ ഈ വർക്കൗട്ടിലൂടെ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, ഹാപ്പി ഹോർമോൺസ്, ഹാപ്പി കെമിക്കൽസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ മെന്റലി കുറച്ചും കൂടെ റിലാക്സ്ഡ് ആവും, ഫിസിക്കലി നമ്മൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആവും, നമ്മൾ കുറച്ചും കൂടെ നമുക്കൊരു എനർജി ഫീൽ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും വർക്കൗട്ടിലൂടെ നമുക്ക് മെന്റലി ഫിസിക്കലി ഒക്കെ ഉപകാരമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ മിനിമം ഒരു 3 days എങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകെ പോകെ നിങ്ങൾക്കൊരു തോന്നൽ വരും. ഓക്കെ, നമുക്ക് 3 ദിവസം പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഒരാഴ്ച പറ്റിക്കൂടാ, പിന്നെ ഒരാഴ്ച പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് 2 ആഴ്ച ആയിക്കൂടാ, പിന്നെ നമുക്കത് മന്ത്ലി ചെയ്യാനായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ടൊക്കെ സാധിക്കും. ഒരു തോന്നൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, മിനിമം ഒരു 3 days എങ്കിലും കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന കാര്യം, വായന മസ്റ്റായിട്ട് നിങ്ങളൊന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നോക്കുക. ഡെയിലി ഒരു 10 പേജെങ്കിലും വായിക്കുക. അത് എത്രത്തോളം പോസിബിൾ ആവുന്നുള്ള എനിക്കറിയില്ല. 10 പേജല്ലേ, ജുജുബിയായിട്ടുള്ള പരിപാടി, 10 പേജൊക്കെ ഈസി ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ 10 പേജ് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 2 3 3.5 പേജോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ വായിക്കുന്നതിലൂടെയല്ലേ നമ്മുടെ ചിന്തകളെ നന്നായിട്ട് സ്വാധീനിക്കും കേട്ടോ. ഈ റീഡിംഗ് എന്ന് പറയുന്നത് ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്താണ് വായിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ ബ്രെയിനും മാറാനായിട്ട് പോകും. അപ്പോൾ നമ്മൾ വായന എന്ന് പറയുന്നത് സിമ്പിൾ പരിപാടിയാണോ? അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വായിക്കാം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, കഥകളാണോ, നോവലുകളാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും മാഗസിൻസ് ആണോ, ആർട്ടിക്കിൾസ് ആണോ, എന്താണോ ഇഷ്ടം എന്ന് വെച്ചാൽ അത് വായിക്കാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ ഓട്ടോമാറ്റിക്കലി മാറും, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറും, കുറച്ചും കൂടെ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് വരും. ബ്രെയിനിന്റെ ആക്ടിവിറ്റീസ് കുറച്ചും കൂടെ നമ്മൾ റീഡ് ചെയ്യുന്നത് എന്താണോ അതിനനുസരിച്ച് മാറാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് നമ്മുടെ ഫീലിങ്സിന്, നമ്മുടെ ബ്രെയിനൊക്കെ മാറ്റം വരാനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ കുറച്ചും കൂടെ മോട്ടിവേറ്റഡ് ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ റീഡ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു മിനിമം 2 to 3 3.5 പേജെങ്കിലും വായിക്കാനായിട്ട് നോക്കുക. ഒരു 10 പേജെങ്കിലും വായിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്ന കാര്യം മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും മെഡിറ്റേറ്റ് ചെയ്യുക. നമ്മളിപ്പോൾ ഈ വീഡിയോയിലും അല്ലെങ്കിൽ ഫോട്ടോസിലൊക്കെ കാണും പോലെ ഭയങ്കര കാമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ, ഭയങ്കര ബീച്ച് സൈഡിൽ അല്ലെങ്കിൽ പ്രകൃതിയുടെ നടുക്കിടുന്ന ഭയങ്കര മാറ്റൊക്കെ വിരിച്ച് അങ്ങനത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് അങ്ങനൊന്നും ചെയ്യണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ വീട്ടിൽ തന്നെ മുറി അടച്ചിട്ടോ അല്ലെങ്കിൽ ശാന്തമായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നിട്ട് കണ്ണടച്ചിട്ട് നിങ്ങളുടെ ബ്രെയിനിനും ശരീരത്തിനും റെസ്റ്റ് കൊടുക്കുക. അത്രയും നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക. സെൽഫ് അവയർനെസ് നടത്താൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങൾ കുറച്ചും കൂടെ കോൺസെൻട്രേഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളിൽ കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ശാന്തമായിട്ട് കണ്ണടച്ച് നിങ്ങളിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. കണ്ണടച്ചിരുന്നാൽ മതി. ഡെയിലി പോകും തോറും നമുക്ക് 5 എന്നുള്ളത് 10 ആക്കാം, 10 എന്നുള്ളത് 20 ആക്കാം, അങ്ങനെയൊക്കെ പറ്റും. നിങ്ങൾക്ക് എത്രയാണോ പറ്റുന്നത് അതിനനുസരിച്ച് ചെയ്യാം. മിനിമം ഒരു 5 മിനിറ്റേലും ചെയ്യാനായിട്ട് നോക്കുക. കുറച്ചും കൂടെ കോൺസെൻട്രേഷനും അവയർനെസ് ഒക്കെ കൂടാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. റിലാക്സ്ഡ് ആവും നിങ്ങൾ, മെയിനായിട്ട് മൈൻഡ് കുറച്ചും കൂടെ റിഫ്രഷ് ആവും. ഓക്കെ, പിന്നെ ഉറക്കം മസ്റ്റാണ്. നമ്മൾ 7 to 8 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റിയാൽ അത്രയും നല്ലത്. പക്ഷെ നമുക്ക് 7 to 8 മണിക്കൂറൊന്നും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങാൻ പറ്റുമോ എന്നുള്ള അറിയില്ല. ഒരു പണിക്കും പോകാണ്ടിരിക്കുന്നവരാണെങ്കിൽ ഓക്കെ ഫൈൻ. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഈ 7 to 8 മണിക്കൂർ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ 6 to 7 hours എങ്കിലും മിനിമം ഉറങ്ങണം എന്നുള്ളത് പറയുന്നത്. അതുകൊണ്ടാണ് 6 to 7 മണിക്കൂർ. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രെയിനിന് റെസ്റ്റ് കൊടുക്കാൻ പറ്റും, നമ്മുടെ ഫിസിക്കിന് റെസ്റ്റ് കൊടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ കുറച്ചും കൂടെ എനർജി അല്ലെങ്കിൽ റീചാർജ് ചെയ്യാൻ വെക്കുന്ന ഒരു സമയമാണ് ഈ ഉറക്കം എന്ന് പറയുന്നത് അല്ലേ. ഫോണൊക്കെ റീചാർജ് ചെയ്യാൻ വെക്കില്ലേ, അതുപോലെ തന്നെ നമ്മൾ റെസ്റ്റ് കൊടുത്തിട്ട് നമുക്ക് റീചാർജ് ചെയ്യാൻ വെക്കുന്ന ഒരു സമയമാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്. നമ്മൾ ഫിസിക്കലി മെന്റലി ഒത്തിരി റിലാക്സ്ഡ് ആവും. നമുക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് കുറയ്ക്കാനായിട്ട് പറ്റും, മെന്റൽ ഇഷ്യൂസ്, സ്ട്രെസ് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഉറക്കം എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ് ഉറക്കമേ കിട്ടുന്നില്ല എന്നുള്ളത്. ഉറക്കം കിട്ടാണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താണ്? ഫോൺ തോണ്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നോക്കിയാൽ ഉറക്കം കിട്ടുമോ? ഈ ബ്ലൂ ലൈറ്റ്സ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഉറക്കത്തിന് കുറയ്ക്കുന്ന പരിപാടികളാണ്. അതുപോലെ തന്നെ നിങ്ങൾ കുറേ നേരം ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുക, അതുപോലെ തന്നെ ചായ പോലുള്ള കാര്യങ്ങളൊക്കെ കിടക്കാൻ നേരത്ത് കുടിക്കുക, അങ്ങനത്തെ പരിപാടി ഒന്നും ചെയ്യരുത്. നല്ലൊരു ഉറക്കം കിട്ടണമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 30 to 40 മിനിറ്റ് മുന്നേ തന്നെ നിങ്ങളുടെ ഫോണും കാര്യങ്ങളും എല്ലാ പരിപാടികളും മാറ്റി വെച്ചിട്ട് ഉറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലേക്ക് എത്തുക. അപ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ഉറങ്ങാനായിട്ട് പറ്റുള്ളൂ. ഒരു പ്രോപ്പർ സ്ലീപ്പിംഗ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഓക്കെ, അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യും. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ടുള്ള പരിപാടിയില്ല, ഡെയിലി ചെയ്യുന്ന കാര്യമാണ്. അതിൽ കുറച്ചും കൂടെ ഒത്തിരി മാറ്റം വരുത്തിയാൽ സെറ്റാക്കാൻ പറ്റും. വെള്ളം കുടിക്കുന്ന കാര്യമല്ലേ, അത് 2 to 3 ലിറ്റർ വെള്ളം അങ്ങോട്ട് കുടിക്കുക. ഇപ്പോൾ വർക്കൗട്ട് ചെയ്യുക. വാക്കിങ്ങിനൊക്കെ പോകാൻ ഇഷ്ടമല്ലാത്തവരാരാ ഉള്ളത്? ഒരു വീക്കിലി 3 ദിവസമല്ലേ വാക്കിങ്ങിനൊക്കെ പോക്കോ. അതുപോലെ വായിക്കാന്നുള്ള വീട്ടിലെന്തെങ്കിലും പുസ്തകം ഇരിപ്പില്ലേ, വായിച്ചേക്ക് അങ്ങോട്ട്. ഉറങ്ങുന്നുണ്ടല്ലോ, അത് കുറച്ചും കൂടെ നന്നായിട്ട് ഉറങ്ങാനായിട്ട് നോക്കുക. കഴിക്കുന്നുണ്ടല്ലോ, കുറച്ചും കൂടെ ഹെൽത്തി ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിലൂടെ നിങ്ങളുടെ ഹെൽത്തും നിങ്ങളുടെ മെന്റൽ ഹെൽത്തും എല്ലാം നിങ്ങൾക്ക് ഫിസിക്കൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറാനായിട്ട് പറ്റട്ടെ. ഓക്കെ.